ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. ഹാപ്പി ബർത്ത്ഡേ. ഇന്നെന്താ തോന്നുന്നേ? ബർത്ത്ഡേ. എന്താ തോന്നുന്നേ? സന്തോഷം. ഞാൻ സ്കൂളിൽ പോകും. പിന്നെ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ കളർ ഡ്രസ് ഇട്ടിട്ടാ പോകും. പിന്നെ സ്കൂളിൽ പേന കൊടുക്കും ടീച്ചർമാർക്ക്. പിന്നെ കുട്ടികൾക്ക് പെൻസിൽ കൊടുക്കും. പിന്നെ വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യും. പിന്നെ അമ്മ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ കേക്ക് മുറിക്കും. പിന്നെ ഗിഫ്റ്റ് തരും. പുതിയ ഉടുപ്പിടും. 9 2 ഉടുപ്പുണ്ട്. ഒന്ന് സ്കൂളിൽ ഒന്ന് കേക്ക് മുറിക്കുമ്പോൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചു. എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ വിഷ് ചെയ്തു. ഞാൻ എന്നിട്ടൊന്ന് ഫ്രഷായി. എന്നിട്ട് എനിക്ക് ചുമയായതുകൊണ്ട് നെബുലൈസ് ചെയ്തു. പിന്നെ ഞാൻ റെഡിയായി. പിന്നെ എൻ്റെ വണ്ടി വരാറായി. പിന്നെ എക്സാം ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെൻ്റെ അമ്മയുടെ ഷോപ്പിലത്തെ ഒരാണാണ്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് തന്നാണ്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. യൂണിസ്കൂട്ടറാണ്. അത് ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ സ്കൂൾ വണ്ടി വന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി. ഞാൻ സ്കൂളിൽ പോയപ്പോൾ സ്കൂളിലേക്ക് ലൈബ്രറിക്ക് ഒരു ബുക്ക് കൊടുത്തു. പിന്നെ ടീച്ചർക്കും സിസ്റ്റർക്കും ഒക്കെ പെന്ന് കൊടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും കുട്ടികൾക്കൊക്കെ പിന്നെ പെൻസിൽ കൊടുത്തു. എൻ്റെ സ്കൂളിലേക്ക് മിഠായി കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. പിന്നെ എൻ്റെ സിസ്റ്റർ വിഷ് ചെയ്തു. എന്നിട്ട് എൻ്റെ സ്കൂളിലത്തെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. ഒരു കൈ ചെയിൻ ബ്രേസ്ലെറ്റും ഒരു മാലയും. പിന്നെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഇന്ന് ഗിഫ്റ്റ് കിട്ടിയത് എന്താ? അത് കാണിക്കേ. ഇന്ന് ഗിഫ്റ്റ് കിട്ടിയില്ലേ സ്കൂളിൽ നിന്ന്? ഇതായിരുന്നു എന്താ? എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഇവാനിയ. അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഈ ലോക്കറ്റ് അല്ല അവൾക്കുള്ളത്. ഇത് ഏഞ്ചലിൻ്റെ ഈ ലോക്കറ്റ്. ഇങ്ങനത്തെ ലോക്കറ്റ് അല്ല അവൾക്കുള്ളത്. കൊടുത്തതല്ലേ? അത് കുരിശല്ല, ഇങ്ങനെ ചിറകുള്ള ഒരു ഇതില്ലേ, ബട്ടർഫ്ലൈ പോലെ. ഫെയറി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ. ഫെയറിടി അവൾക്ക് കിട്ടി. ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ അച്ഛനും വാരി കൊടുത്തിട്ടുള്ള, അമ്മയ്ക്കും വാരി കൊടുത്തു. പിന്നെ ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ അമ്മ മേടിച്ച സാധനങ്ങൾ, ബലൂൺസൊക്കെ എടുത്തോണ്ട് വന്നു. എനിക്ക് ചുമയായതുകൊണ്ട് ചെറിയൊരു കേക്ക് അമ്മ ഞാൻ പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചു തന്നതാണ്. പിന്നെ അത്രയ്ക്കും സ്വീറ്റ്സ് ഒന്നും എനിക്ക് ചുമയായതുകൊണ്ട് മേടിച്ചില്ല. ഡോക്ടർ പറഞ്ഞതാണ് കേക്ക് കഴിക്കണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേക്ക് മേടിച്ചത്. ബർത്ത്ഡേക്ക് എല്ലാത്തിനും പിങ്കായിരുന്നു. എൻ്റെ കേക്ക് ഒരു ചെറിയ പിങ്ക് കേക്കാണ്. പിന്നെ ഒരു പിങ്ക് ഡ്രസ്സുമാണ്. അപ്പം ലൈറ്റ് കളർ ബലൂൺസ് ഒക്കെ വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ എനിക്ക് എൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണം. എൻ്റെ ഉടുപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? നമുക്ക് എന്നാൽ അതൊക്കെ കണ്ടിട്ട് വരാം.
Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. അങ്ങനെ കേക്കൊക്കെ കട്ട് തന്നു. പിന്നെ എല്ലാവരും എനിക്ക് വായിൽ കേക്കൊക്കെ വെച്ച് തന്നു. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് കേക്ക് വായിൽ വെച്ച് തരുമ്പോൾ എനിക്ക് പ്ലേറ്റിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്ക് വലിയ പീസ് വേണമെന്ന് ഞാൻ പറയായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരും ഗിഫ്റ്റൊക്കെ തന്നു. കേക്ക് കൊടുക്കല്ലോ. പിന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ഫ്രെയിം ആയിരുന്നു. പിന്നത്തെ ഗിഫ്റ്റ് ഒരു ഷൂ ആയിരുന്നു. പിന്നത്തെ ഗിഫ്റ്റ് ഒരു മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ അതിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കതൊക്കെ നല്ല ഇഷ്ടമായി. എൻ്റെ ഗിഫ്റ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ കൂടി തന്ന സ്കൂട്ടർ അതെനിക്ക് നല്ല ഇഷ്ടമായി. അത് ഞാൻ എപ്പോഴും ഓടിക്കാറുണ്ട്. ഇത് അച്ഛൻ എനിക്ക് രാവിലെ ഗിഫ്റ്റ് തന്നതായിരുന്നു. ഇത് വീണ്ടും ബർത്ത്ഡേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പിന്നെ ഞാൻ അത് അകത്തൊക്കെ ചവിട്ടി നോക്കി. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചവിട്ടി കടിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ റോഡിലൊക്കെ ഓടിക്കാൻ തുടങ്ങി. ഇതെനിക്ക് ഇപ്പം കിട്ടിയ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഫോട്ടോ വെച്ചതാണ്. പിന്നെ ഇത് ഫ്രെയിമായിട്ട് മാത്രമായിരുന്നു തന്നിട്ടുള്ളത്. എന്നിട്ട് അമ്മ പറഞ്ഞു ഇത് ഇഷ്ടമുള്ളത് വെച്ചോന്ന്. എനിക്ക് പക്ഷേ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണെടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത്. അപ്പം എൻ്റെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.